ഒരു 4 മാസം മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സീരീസിൻ്റെ 14ാമത്തെ എപ്പിസോഡ്. വീണ്ടും ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അവിടെ 2 ചെസ്റ്റ് ഇരിക്കുന്നുണ്ട്. അത് ഞാനിപ്പോഴാണ് കാണുന്നത്. ഒരുത്തനത് കൂടെ പാറിക്കളിച്ച് നടക്കണമുണ്ട്. ഈ പന്നികളാണ് ഞാൻ എന്നെ നേരത്തെ കൊന്നത്. ഇതിൻ്റെ ഐറ്റംസ് ഒന്നും ഇവിടെ കാണാനില്ല. കൊണ്ട് വരുന്ന പന്നി വാ, നീ വാടി. ഇവന് ഇത്ര അഹങ്കാരം പാടില്ല. ചാവ്, ചത്തു തൊലയടാ, ചത്തു തൊലി. ഇത് കൂടെ എടുക്കണം. യോഗി ആപ്പ് കൂടെ ഇനി അടിക്കാൻ പറ്റില്ലേ? അതുകൊണ്ടാണ് നമ്മൾ തീർന്നു. അടുത്ത എപ്പിസോഡ് ഞാൻ എന്തായാലും പ്രവചിച്ചെടുക്കും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 14ാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ 2 മണിക്കൂർ ഇരുന്ന് 3 ബാസ്റ്റൺ റൈഡ് ചെയ്തു. നമുക്ക് നെതറൈറ്റിൻ്റെ ടെംപ്ലേറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അവിടുന്ന് കുറച്ച് ഹാപ്പി കാസ്റ്റിനെയൊക്കെ പൊട്ടിച്ചോണ്ടെന്ന് ഞാൻ, മറ്റേ ആ റൈഡ് ഹാപ്പി കാസ്റ്റില്ലേ. അല്ലാതെ എനിക്ക് വേറൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മുടെ എലക്ട്രിക്കൊക്കെ പൊട്ടാനായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബോല് മെൻഡിങ് ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ബോയും പൊട്ടാനായിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻഫിനിറ്റി ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു പുതിയ ബോ വാങ്ങി മെൻഡിങ്ങൊക്കെ ഇട്ട് ഒരു പുതിയ ബോ സെറ്റാക്കാം. അപ്പോൾ നമ്മളൊരു റൈഡൊക്കെ വിളിച്ച് നമ്മുടെ ഇലക്ട്രിക് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എൻജോയ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മെൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ആരോസും കാര്യങ്ങളൊക്കെ വാങ്ങി. ഇനി നമ്മളിതിൽ ഇൻഫിനിറ്റ് ഇടൂല. അപ്പോൾ നമുക്ക് കുറച്ച് ആരോൻ്റെ ആവശ്യം വരും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്കുള്ള ബുക്കും കാര്യങ്ങളും വാങ്ങണം. നമ്മുടെ അടുത്താണെന്നുണ്ടെങ്കിൽ പവർ 3 തരുന്ന വില്ലേജറാണ്. അപ്പോൾ നമുക്കത് കമ്പൈൻ ചെയ്ത് പവർ 5 ആക്കണം. ഇത് പവർ 3 2 4 വാങ്ങിയിട്ട് നമുക്കത് കമ്പൈൻ ചെയ്യണം. അപ്പോൾ 2 കൂടി അവിടെ നിന്ന് വാങ്ങാം. എന്തോ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ കമ്പൈൻ ചെയ്ത് ഇനി നമ്മുടെ ബോയിലോട്ട് ഇടാൻ പോവാണ്. അതിന് എക്സ്പി ഉണ്ടോ? ഇല്ല. കുറച്ച് അയൺ ട്രൈഡ് ചെയ്യണം. പിന്നെ ഞാൻ പറയാൻ മറന്നു. ഇതുകൊണ്ട് നമ്മുടെ ഫുൾ ആർമറും കാര്യങ്ങളും ഞാനവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ടൂൾസ് ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. പിക്കെക്സ് മാത്രമേ ഫുൾ എൻജോയ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ റെക്കോർഡ് ചെയ്തതായിരുന്നു. നമ്മുടെ ബോ പവർ 3യും മെൻഡിങ്ങും ഇട്ടിട്ടുണ്ട്. അൺബ്രേക്കിങ്ങും ഇടണം. തൽക്കാലം നമുക്കിത് മതി. അതുകൊണ്ട് ഇത് പൊട്ടിയിട്ടില്ല നമുക്ക്. പിന്നെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ 3 വേസ്റ്റൊന്നും റൈഡ് ചെയ്തത്. ഇത് ഏത് യൂട്യൂബറിൻ്റെയെന്ന് ഞാൻ കോപ്പി അടിച്ചാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയും. ഈ ഒരു സാധനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ഭയങ്കര യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം എന്നെപ്പോലുള്ള ബോട്ട് പ്ലെയേഴ്സിനൊക്കെ ഏറ്റവും നല്ലൊരു ടെക്നിക്കാണിത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു ഇത് ചങ്ക് ബേസിലിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ബാസ്റ്റിനെ. 3 റൈഡ് ചെയ്തു. അവിടെ 3നും എനിക്ക് തോന്നണത് ടെംപ്ലേറ്റ് ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ 128 അല്ലേ? 128 അങ്ങോട്ടല്ലേ വരിക? ഈ സൈഡോട്ടാണ് ഇതല്ല അങ്ങോട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചങ്ക് വൈസിലിട്ടിട്ട് വേറൊരു ബാസ്റ്റം കണ്ടുപിടിച്ചോണ്ട് ഇനി ഇവിടെയെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. അതാണ് നമുക്ക് കിട്ടിയത് മുഴുവൻ ആകെ പൊട്ടിപ്പൊളിഞ്ഞൊരു ബാസ്റ്റം പോലെ. അതായത് ഫുള്ളായിട്ടുള്ളത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സീരീസിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഫുള്ളായിട്ടുള്ളത്. കാണുന്നത് ഫുള്ള് പകുതി പൊളിഞ്ഞതും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ കുറേ ഗോൾഡ് സാധനങ്ങളും കിട്ടിയെന്നല്ലാതെ നമുക്ക് ടെംപ്ലേറ്റ് ഇതുവരെ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിവിടെ എത്തിയില്ലേ? കുറച്ചുകൂടി ഓക്കെ, എത്തി 128. ഇനി ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടല്ലേ വരിക? അങ്ങോട്ടാണ് പോകണത്. ഓക്കെ, കറക്റ്റ് അങ്ങോട്ട് തന്നെ. കോഡിലെത്തി. എനിക്ക് തോന്നുന്നു ഇവിടെ ബാസ്റ്റണില്ല. നമ്മളെ ചങ്ക് ബേസ് ചതിച്ചോ? പക്ഷെ ഞാൻ മറ്റേ വില്ലേജ് റോഡ് പോസ്റ്റ് കണ്ടുപിടിച്ചത് അങ്ങനെയായിരുന്നു കേട്ടോ. അത് കറക്റ്റായിട്ട് തന്നെ നമ്മളെ കൊണ്ടുപോയി അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ പോർട്ടൽ കൊണ്ടുപോയി കണക്ട് ചെയ്യിപ്പിച്ചു. ഇതിന് ഇവിടെ തന്നെയല്ലേ? ഇരിക്കണ്. അപ്പോൾ ചതിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് തുറന്നു കയറിയാൽ എനിക്ക് തോന്നുന്നു ഇതും നമുക്ക് സാധാരണ കിട്ടിയിട്ടുള്ള പോലെ തന്നെ ആയിരിക്കണം. അല്ലാന്ന് തോന്നണില്ലേ? അതുകൊണ്ട് അവിടെ ആരോ നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കമ്പ് ചെയ്തിടാൻ പറ്റും. നമുക്ക് താഴെ ഒരുത്തൻ. അതുകൊണ്ട് ഞാൻ അവിടെ ഒരുത്തൻ. ഇത് ഇവന്മാർ നേരെ ഒന്ന് കുഴി ചടിച്ചാവണ്. ലാവേൻ്റെ അകത്ത് ചടിച്ചാവണ്. പോയി കഴിഞ്ഞില്ലേ? നമുക്ക് അവിടെ ഉള്ളവനെ വെടി വെച്ചിടാൻ പറ്റുമോ? കൊള്ളൂ. ഓക്കെ, നോക്കട്ടെ. എത്തിയില്ല. അതെത്തിയില്ല. ഇത് എത്തിയില്ല. കറക്റ്റ് ഇല്ലതും അങ്ങോട്ട് തന്നെയാണല്ലോ പോണത്.
കുറച്ച് ബാക്കിലേക്ക് നിന്നിട്ട് നമുക്ക് നോക്കാം. ഓ കറക്റ്റും ഉണ്ട്. ഓ ചാവ്. ഓക്കെ, അവൻ താഴെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കുഴിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഓ നോ, നമുക്ക് മറ്റേ ടൈപ്പ് തന്നെയാണ് തോന്നുന്നത് കിട്ടിയതുകൊണ്ട് അവിടെ വേർത്തൻ ഒരു ബ്രൂട്ട്. നമ്മൾ പ്രതികാരം. എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്താൽ പോരെ പ്രതികാരം. എനിക്ക് നേർക്ക് നേരെ നിന്നിട്ട് അടിച്ചിടണം സംഭവം. ഞാൻ പ്രതികാരം നേരത്തെ ചെയ്താണ് കേട്ടോ. ഞാൻ മൂന്നാല് വേസ്റ്റൊന്നും റൈഡ് ചെയ്തില്ല. മൂന്നെണ്ണം റൈഡ് ചെയ്തപ്പോൾ ഇഷ്ടം പോലെ ബ്രൂട്ട് ഉണ്ടായിരുന്നു. കുറേ തല്ലിക്കൊന്നു, കുറേ നമ്മൾ മറ്റേ അമ്പ് ചെയ്തിട്ടു. കൂടുതലും നമ്മൾ അമ്പ് ചെയ്തിട്ടാണ് കേട്ടോ. ഓവർ ഷോ കാണിക്കാന്നുണ്ടെങ്കിൽ ചത്തുപോകും, അറിയാലോ. ഇപ്രാവശ്യം പിന്നെ കുറേ ടോട്ടലുകൊണ്ട് കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളതിൽ ഒരു ടോട്ടൽ ഉണ്ടായിരുന്നുള്ളൂ. പോരാത്തതിന് 3 ആൾ വന്നിട്ട് അടിച്ചത്. ഞാൻ ആ വീഡിയോ ഇരുന്ന് കണ്ടു. നമ്മൾ 2 വേസ്റ്റ് റൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് പോയി ആ വീഡിയോ കണ്ടായിരുന്നു. അതുകൊണ്ടൊരു ചെസ്റ്റ് ഇരിക്കുന്നുണ്ട് അവിടെ, അത് നമുക്ക് എടുക്കാം. ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അപ്പോൾ ഇവിടെ വേറെ ആരും കാണുന്നില്ല. നമുക്ക് നൈസായിട്ട് ആ ചെസ്റ്റ് പോയിട്ട് തുറന്ന് നോക്കാം. അതിൽ തന്നെ ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പോയിട്ട് പോകില്ല. അടിപൊളി, ഇതിലൊന്നുമില്ല. ഇതാണ് പറഞ്ഞത്, നമ്മൾ കുറേ ചെസ്റ്റ് തുറക്കുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ അടിയിൽ പോട്ടെ. കുറേ ആവശ്യമില്ലാത്ത കൈ കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നും മിക്കവാറും നമ്മളിതുകൊണ്ട് ആ ഗോൾഡൊക്കെ എടുത്ത് പോകേണ്ടി കേട്ടോ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. നമുക്ക് ടെംപ്ലേറ്റ് പറഞ്ഞൊരു സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് നെതറേറ്റ് ആക്കണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ കഴിഞ്ഞ സീരീസിൽ ലാസ്റ്റ് ഒരു എപ്പിസോഡ് ഇട്ടായിരുന്നല്ലോ, 14ാമത്തെ എപ്പിസോഡ്. ഇപ്രാവശ്യം അങ്ങനെ ആവാതിരിക്കട്ടെ. അയ്യോ, ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഇതേ പരിപാടി എനിക്ക് നേരത്തെയും പറ്റിയിട്ടുണ്ടായിരുന്നു. വേറൊരു വേഷന് പോയപ്പോൾ ഞാൻ എടുത്തങ്ങ് ചാടിയതാണ്, പക്ഷെ നേരെ കുഴിയിലോട്ട്. ഭാഗ്യത്തിന് ലാഭമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറേ ഗോൾഡൊക്കെ അടിച്ചു മാറ്റി പോകേണ്ട അവസ്ഥയാണ് നമുക്ക് എവിടെ പോയാലും. ടെംപ്ലേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ പിന്നെ നമ്മളിപ്പോൾ ഒരു ചെസ്റ്റ് തുറന്നിട്ടുള്ളൂ, വേറെ ചെസ്റ്റ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അയ്യോ, ഗോൾഡ് പിന്നെ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാതെ അടിച്ചു മാറ്റി കൊണ്ടുപോവാണ്. നമുക്ക് ഇവിടെ നിന്ന് ഗോൾഡും അതുപോലെ തന്നെ നമ്മുടെ ടെംപ്ലേറ്റുമാണ് വേണ്ടത്. ടെംപ്ലേറ്റ് ഇട്ട് ഞാൻ അപ്പോൾ വിട്ടു പോകും. അത് വേറെ, ഗോൾഡ് പിന്നെ ഞാൻ ഒപ്പിച്ചുകൊണ്ടുണ്ട്. അവിടെ കുറച്ച് അവന്മാർ നിൽക്കുന്നുണ്ട്, അവന്മാർ അടിച്ചിടാം. ഇവിടെ വന്നാൽ പിന്നെ വലിയ വിഷയമില്ല. ആരുമില്ലല്ലോ. ഒരുത്തെന്താവട്ടെ, അവനും തീർന്നു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ സീരീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ രണ്ടാമത് പിന്നെയും വന്നായിരുന്നു. അതുകൊണ്ട് അവിടെ വേറെ കുറച്ച് അവന്മാർ. രണ്ടാമത് പിന്നെയും വന്ന് ഞാൻ ചെസ്റ്റ് തുറന്നു. ആ ചെസ്റ്റിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെനിക്ക് പിന്നെ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ അതിനുശേഷം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഈ വഴി മെല്ലെ കയറിപ്പോയാൽ അതുകൊണ്ടൊരു ചെസ്റ്റ് ഇരിക്കുന്നു. ഇത് ഇവിടെ നിന്നാണ് ഞാൻ വന്ന് കയറിയതപ്പോൾ. ഈ ചെസ്റ്റിൽ എന്തെങ്കിലും ഇതിലകത്ത് പ്രത്യേകിച്ചൊന്നുമില്ലൊരു ഷവലും ഉണ്ട്, പിന്നെ കുറച്ച് ഗോൾഡും ഉണ്ട്. ഗോൾഡ് നമുക്ക് എടുക്കാം, ഷവൽ അവിടെ ഇരിക്കട്ടെ. ഷവലൊന്നും നമുക്ക് ആവശ്യമില്ല. അത് പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ പോകണം. എൻ്റെ പോയിട്ട് നമുക്ക് കുറച്ചുകൂടി ഇലക്ട്ര ഒപ്പിക്കണം. അതുകൊണ്ടൊരു ബ്രൂട്ട് ഇതിനായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ പ്രതികാരം തീർന്നു. അതുകൊണ്ട് അവിടെ വേറെ ചെസ്റ്റ് ഇരിക്കുന്നു. ഇനി ഇവിടെ വേറെ ആരെങ്കിലും കിട്ടി. എൻ്റെ പൊന്നിടാവേ, എത്ര നേരത്തെ കഷ്ടപ്പാടാണെന്ന് അറിയൂ. ഏകദേശം ഒരു 2 മണിക്കൂർ അടുപ്പിച്ച് ഞാൻ വേറെ 3 പ്രാവശ്യം റൈഡ് ചെയ്തു. ഇവിടെ ഏകദേശം ഇവിടെ പിന്നെ അധികം നേരം ഒന്നും ആയിട്ടില്ല, അതുകൊണ്ടൊന്നും വിഷയമില്ല. കണ്ടോ, ഇതിങ്ങനെയാണ് കേട്ടോ വർക്കാവുന്നത്. ഇത് ആരുടെ അത് കോപ്പി അടിക്കുകയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കാരണം ഞാനത് കണ്ട് ഉണ്ടാക്കിയതാണത്, ഈ സാധനം. പക്ഷേ എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് കോപ്പി അടിച്ചതൊന്നും പറയണ്ടായിരുന്നു. ഇങ്ങനൊരു ഗ്ലിച്ചുള്ള കാര്യം തന്നെ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിതുകൊണ്ട് നമ്മുടെ ടെംപ്ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഡയമണ്ട് ഇല്ല, അതാണ് കോമഡി. ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്. അപ്പോൾ നമുക്ക് ഡയമണ്ട് മൈനിങ്ങിന് പോകണം, നെതറൈറ്റ് മൈനിങ്ങിന് പോകണം. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഞാൻ മിക്കവാറും ഡയമണ്ട് മൈനിങ്ങിനും നെതറൈറ്റ് മൈനിങ്ങിനും മാത്രമായിട്ട് മാറ്റി വയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.